ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്തൽ നാളെ നിർണായകം. ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് പരിശോധിക്കും. തിരച്ചിൽ ഡ്രോണുകളും അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ച് ആക്ഷൻ പ്ലാനുമായി കരനാവിക സേനകൾ. നിപ ആശങ്ക കുറയുന്നു. ഇന്ന് പുറത്തുവന്ന 16 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവ്. ആകെ നെഗറ്റീവായത് 58 സാമ്പിളുകൾ. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിലെ വീടുകളിൽ പനി സർവേ നടത്തിയ ആരോഗ്യ വിഭാഗം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുന്നതിന് സ്റ്റേ. ഹൈക്കോടതി സ്റ്റേ ഒരാഴ്ചത്തേക്ക്. സർക്കാരിന് വിവരാവകാശ കമ്മീഷനും അടക്കം നോട്ടീസ്. ഹൈക്കോടതി നടപടി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാനിരിക്കെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ നടപടി. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെ സസ്പെൻഡ് ചെയ്തു. തോട്ടിലെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. നടപടി കോർപ്പറേഷന്റെ ആഭ്യന്തര റിപ്പോർട്ടിനെ തുടർന്ന്. കേന്ദ്ര ബജറ്റിൽ NDA ഇതര സംസ്ഥാനങ്ങളിലെ അവഗണിച്ചെന്ന ആരോപണം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. In the true spirit of democracy, they don't even want ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമുള്ള ബജറ്റ് എന്ന മല്ലികാർജുൻ ഖാർഗെ. ബജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാനാകില്ലെന്ന ധനമന്ത്രിയുടെ മറുപടി. നേപ്പാളിൽ വിമാനം തകർന്നു വീണു. 19 യാത്രക്കാരിൽ 18 പേരും മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റ് ചികിത്സയിൽ. അപകടം ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ.